MK Fabrics റംസാൻ മൊഴിമുത്തുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് My Wedding, My MK Fabrics, MK Road, Kollam. Signature Groom and Bride, opposite Shangas Hospital, Kollam. അറഫ ഗോൾഡൻ ഡയമണ്ട്സ് അട്ടക്കുളങ്ങര തിരുവനന്തപുരം. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ. അല്ലാഹ്വിൻ കാരുണ്യം ചൊരിയും റംളാൻ മാസം, രാപ്പകൽ ഇബാദത്തിൽ മുഴുകും പുണ്യമാസം. തിന്മ നിറഞ്ഞ ഈ ദുനിയാവിലെന്നും നന്മതൻ വാതിൽ തുറന്നിടണേ നാഥ. ഹൃദയത്തിൻ നോവുകൾ കാണുന്ന ഫർഹാനെ, പാപമെല്ലാം മാറ്റി സലാമത്തെ ഗണേ നാഥ. ഹൃദയത്തിൻ നോവുകൾ കാണുന്ന ഫർഹാനെ, പാപമെല്ലാം മാറ്റി സലാമത്തെ ഗണേ നാഥ. ദുഃഖത്തിൻ മാറാല നീക്കണേ സുബ്ഹാനേ, റംളാൻ വ്രതം എന്നിൽ തുണയേകണേ നാഥ. ദുഃഖത്തിൻ മാറാല നീക്കണേ സുബ്ഹാനേ, റംളാൻ വ്രതം എന്നിൽ തുണയേകണേ നാഥ. അല്ലാഹ്വിൻ കാരുണ്യം ചൊരിയും റംളാൻ മാസം, രാപ്പകൽ ഇബാദത്തിൽ മുഴുകും പുണ്യമാസം. അസ്സലാമു അലൈക്കും. കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയമായ കൊല്ലം MK ഫാബ്രിക്സ്. കൊല്ലം MK ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന റമളാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാനിലേക്ക് എല്ലാ ദീനീ സ്നേഹികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും പ്രഭാഷകനുമായ, കേരളത്തിൻ്റെ അഭിമാനമായ, ദ വോയിസ് ഓഫ് ദ യൂത്ത് അൽ ഹാഫിൽ സിറാജുദ്ദീൻ അൽ ഖാസിമി പത്തനാപുരമാണ് MK ഫാബ്രിക്സിൻ്റെ ഈ വർഷത്തെ റമളാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാൻ 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. റബ്ബി ശറഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ വലാ മഅരിഫത ഇല്ലാ മാ അൽഹംദനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഈ റമളാൻ മാസം, ആ റമളാൻ മാസത്തിൽ ജയ്ഹിന്ദ് ചാനലും അതിൻ്റെ അണിയറ പ്രവർത്തകരും അൽഹംദുലില്ലാ നടത്തി വരുന്ന ഈ അൽബയാൻ എന്ന് പറയുന്ന ഈ പരിപാടി, MK ഫാബ്രിക്സ് കൊല്ലം, അൽഹംദുലില്ലാ 3 സഹോദരങ്ങളാണവർ. ബഹുമാനിയായ നാസറുദ്ദീൻ സാഹിബും ഷറഫുദ്ദീൻ സാഹിബും നിസാറുദ്ദീൻ സാഹിബ്, ഈ 3 സഹോദരങ്ങളാണ് അൽഹംദുലില്ലാ വർഷങ്ങളായി ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർക്കും അള്ളാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും ഐശ്വര്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല
നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നല്ല കാര്യങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് 3-ാമത്തെ നോമ്പിലേക്ക് കടന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ നോമ്പിന് വല്ലാത്ത പ്രതിഫലമുള്ള ഒരു സമയമാണ്. അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കഴിയുന്ന ഒരു നോമ്പാക്കി അള്ളാഹു നമ്മുടെ നോമ്പുകളൊക്കെ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നോമ്പിൻ്റെ പ്രതിഫലം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്രയാണെന്ന് പറഞ്ഞു തരാൻ, നിസ്കരിക്കുന്നവൻ ഇന്ന പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞു തരാൻ കഴിയും, അതുപോലെ സദഖ കൊടുക്കുന്ന ആൾക്ക് ഇന്ന പ്രതിഫലമുണ്ടെന്ന് പറയാൻ കഴിയും. പക്ഷേ നോമ്പിൻ്റെ പ്രതിഫലം എന്താണെന്ന് അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കും അറിയില്ല. അത് പടച്ച റബ്ബിന് മാത്രമേ അറിയുള്ളൂ നോമ്പിൻ്റെ പ്രതിഫലം എന്താണെന്ന്. സ്വർഗത്തിൽ 8 കവാടമുണ്ട്. ആ 8 കവാടങ്ങളിൽ ഒരു കവാടം തന്നെ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്നവർക്ക് വേണ്ടിയാണ്. ആ ഒരു വാതിൽ, റയ്യാൻ എന്ന് പറയുന്ന ഒരു വാതിൽ പോലും നമുക്ക് വേണ്ടി അള്ളാഹു തുറന്നിട്ടിരിക്കുകയാണ്. അത് മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നോമ്പുകാരൻ്റെ വായിൽ നിന്നടിക്കുന്ന ദുർഗന്ധത്തിന് പോലും അള്ളാഹുവിൻ്റെ മുമ്പിൽ വലിയ സുഗന്ധമാണെന്ന്. അത്രത്തോളം പ്രതിഫലം നോമ്പുകാരനുണ്ട്. അൽഹംദുലില്ലാ, അതുകൊണ്ട് അള്ളാഹു നമുക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചോദിച്ചു വാങ്ങാൻ അള്ളാഹു നൽകിയ 10 ദിവസങ്ങളിൽ 2 ദിവസം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു. 3-ാമത്തെ ദിവസത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഏതെല്ലാം വഴിയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുമോ ആ വഴികളാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ ഉണ്ടാക്കാൻ, ആ നേടിയെടുക്കാനുള്ള പരിശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. ഈ പോകുന്ന ദിനങ്ങളൊന്നും ഇനി നമുക്ക് തിരിച്ചു കിട്ടൂല. റമളാനിലെ ഒരു നോമ്പിന് പകരം എൻ്റെ പ്രിയപ്പെട്ടവരെ 1 കൊല്ലം മുഴുവനും നമ്മൾ നോമ്പെടുത്താലും റമളാനിലെ നോമ്പിന് പകരമാകില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാ, ഓരോ മിനിറ്റും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണം. ഇൻഷാ അല്ലാഹ്, ഇന്നലത്തെ നമ്മളെ ക്ലാസ്സിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നബിതങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് പറഞ്ഞുകൊടുത്ത 5 നന്മകളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ഇന്നലത്തെ ഹദീസിലൂടെ ഞാനും നിങ്ങളും പഠിച്ചത്. ഇൻഷാ അല്ലാഹ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഹദീസ് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ പറഞ്ഞു തരുന്ന 3-ാമത്തെ ഹദീസാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു, ആ സഹാബിയെ നബിതങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. മുആദ് ബിൻ ജബൽ എന്ന് പറയുന്ന സഹാബിയോട് വല്ലാത്ത ഒരു സ്നേഹം നബിതങ്ങൾക്കുണ്ട്. ആ മുആദ് ബിൻ ജബൽ എന്ന് പറയുന്ന സ്വഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയുടെ കയ്യിൽ കയറി പിടിച്ചു. ആ സ്വഹാബിയുടെ കയ്യിൽ കയറി നബിതങ്ങൾ പിടിച്ചു. കയ്യിൽ പിടിച്ചുകൊണ്ട് നബി പറയുന്നു, യാ മുആദ്, ഏ മുആദേ, വല്ലാഹി ഇന്നി ലാ ഉഹിബ്ബുക. നബിതങ്ങൾ പറയുന്നു, മുആദേ, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് മുആദേ, എനിക്ക് നിന്നോട് വല്ലാത്ത സ്നേഹമാ. ഈ ലോകത്തിന്റെ അധിപനായ അള്ളാഹുവിനെ വിളിച്ച് സത്യം ചെയ്തിട്ട് പറയുന്നു, അള്ളാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, മുആദേ, നിന്നെ എനിക്കിഷ്ടമാ, നിന്നെ എനിക്കിഷ്ടമാ എന്ന് 2 പ്രാവശ്യം നബിതങ്ങൾ പറഞ്ഞിട്ടാണ് ഈ ഒരു ഉപദേശം നബിതങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിലൂടെ പഠിക്കേണ്ട ഒരു കാര്യം എന്താ? ഉപദേശം കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരാളുടെ കയ്യിൽ പിടിക്കണം. അതൊരു പെരുമാറ്റത്തിന്റെ രീതിയാണ്, നബിതങ്ങളുടെ സ്വഭാവമാണ്. അടുത്ത് വിളിച്ച് സ്നേഹത്തോടെ വിളിച്ചിരുത്തിയിട്ട നബിതങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. മഹാനായ സയ്യിദുന ബിലാൽ റളിയല്ലാഹു തആല, നമുക്ക് ബിലാൽ തങ്ങളുടെ ചരിത്രം അറിയാം. അടിമയാ, നീഗ്രോയാ, കറുത്തവനാ, മുടി ചുരുണ്ടവനാ. ആ ബിലാൽ റളിയല്ലാഹു തആല പറയുന്നു, നബിതങ്ങളാണ് എന്നെ ആദ്യമായിട്ട് കെട്ടിപ്പിടിച്ചത്, എന്റെ കൈ പിടിച്ചത് എൻ്റെ മുത്തി നബിയാണെന്ന് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അഭിമാനത്തോടു കൂടി പറയുമായിരുന്നു. ഞാൻ അടിമയല്ല, ഞാനൊരു മനുഷ്യനാണ് എന്ന് എനിക്ക് തെളിയിച്ചു തന്നത് എൻ്റെ മുത്തി നബിയ. എൻ്റെ കയ്യിൽ കയറി നബിതങ്ങൾ പിടിച്ചു. അള്ളാന്റെ റസൂൽ ബിലാൽ റളിയല്ലാഹു തആല അടുത്ത് പിടിച്ചിരുത്തി. അത് പറയുമ്പോൾ ബിലാൽ നിങ്ങളുടെ കണ്ണ് നിറയുമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രകൃതമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. നമ്മൾ എപ്പോഴും അങ്ങനെ ആയിരിക്കണം. നമ്മൾ കുട്ടികളാണെങ്കിലും, നമ്മൾ ഉപദേശം കൊടുക്കുമ്പോഴാണെങ്കിലും, നമ്മുടെ മക്കളാണെങ്കിലും, നമ്മൾ അവരോടുള്ള പെരുമാറ്റ രീതി സ്നേഹത്തോടെ, എടാ വാടാ പോടാ എന്നുള്ള വിളികളൊക്കെ മാറ്റിയിട്ട്, അല്ലെങ്കിൽ അവരോടൊരു കൽപ്പന രീതി മാറ്റിയിട്ട് വളരെ സ്നേഹത്തോടെ ആ മക്കളെ വിളിച്ചിരുത്തിയിട്ട് ഉപദേശിക്കണം. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന് അല്ലാതെ കൽപ്പന പോലെ വാപ്പ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് ചാടുന്നു, ഉസ്താദ് എഴുന്നേറ്റ് നിന്ന് പറയുന്നു, അങ്ങനെയല്ല.
അവർക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുത്തുകൊണ്ട് അൽഹംദുലില്ലാ നമ്മൾ അവരോട് പറയേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരത് മനസ്സിലാക്കാൻ തയ്യാറാകുന്നു. മഹാനായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് ഇബ്നു ജബൽ എന്ന് പറയുന്ന സ്വഹാബി, ആ സ്വഹാബിയെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട്, മുആദേ വല്ലാഹി, അള്ളാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, എനിക്ക് നിന്നെ ഇഷ്ടമാ മുആദേ, എനിക്ക് നിന്നെ ഇഷ്ടമാ മുആദേ. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, മുആദേ ഞാൻ നിനക്കൊരു നന്മ പറഞ്ഞു തരട്ടെ, ഞാൻ നിനക്കൊരു നല്ല കാര്യം പറഞ്ഞു തരട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിന് പറഞ്ഞു കൊടുത്ത നന്മ എൻ്റെ പ്രിയപ്പെട്ട ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെല്ലാവരും അൽഹംദുലില്ലാ നിങ്ങളിത് മനസ്സിലാക്കണം. ഇത് കേട്ട് കളയരുത്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാൻ തയ്യാറാകണം. അതാണ് ഇതിലൂടെ ഈ പരിശുദ്ധമായ റമദാനിൽ നോമ്പ് പിടിച്ചിട്ട് ഇതിൻ്റെ ഈ പറയുന്നതും നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളെല്ലാവരും പറയുകയും ഇവരെല്ലാവരും പ്രവർത്തിക്കുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം തന്നെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഈ കേൾക്കുന്ന അറിവ് ചെയ്യാൻ തയ്യാറായാൽ അൽഹംദുലില്ലാ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത ഉപദേശം, യാ മുആദ്, അള്ളാഹുവിൻ്റെ നബി തങ്ങൾ പറയുന്നു, മുആദേ നീ നിസ്കാരത്തിന് ശേഷം, നീ 5 വഖത്ത് നിസ്കരിക്കാറുണ്ടല്ലോ, ആ നിസ്കരിക്കുന്ന സഫീദ് ഉപരിക്കുല്ലി സ്വലാത്തിന് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നബി തങ്ങൾ പറയുന്നു നീ ദുആ ചെയ്യണേ, നീ അള്ളാഹുവിനോട് ദുആ ചെയ്യണേ. എന്താണ് ദുആ ചെയ്യേണ്ടത്? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് നബി തങ്ങൾ പറയുന്നു നീ നിസ്കാരത്തിന്റെ ശേഷം ദുആ ചെയ്യണം. ആയത്തുൽ കുർസിയൊക്കെ നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യും. വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നവന് സ്വർഗമാണ് പ്രതിഫലം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുൽ കുർസിയുടെ പ്രതിഫലം ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീടുള്ള ഒരു ക്ലാസ്സിൽ ആയത്തുൽ കുർസിയുടെ പ്രതിഫലം തന്നെ ഇൻഷാ അല്ലാഹ് അത് പാരായണം ചെയ്യുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്നും അതുകൊണ്ട് നമുക്കുള്ള നേട്ടം എന്താണെന്നും ഒരു ദിവസത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാൻ കഴിയണം. ഞാനത് വിശദീകരിക്കുന്നില്ല. അപ്പൊ നബി തങ്ങൾ പറയുന്നു നീ ദുആ ചെയ്യണം. എന്താണ് ദുആ ചെയ്യേണ്ടത്? എന്താണ് ദുആ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ഈ 3 കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ റസൂല് മുആദ് ഇബ്നു ജബൽ എന്ന് പറയുന്ന സ്വഹാബിയുടെ കൈപിടിച്ചിട്ട് നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾ കൊടുത്ത ഒരു ഉപദേശം, പറഞ്ഞു കൊടുത്ത ഒരു വസിയ്യത്ത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാ നിസ്കാരത്തിന് ശേഷവും നമ്മൾ ദുആ ചെയ്യണം, അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. എന്താണ് ഈ ദുആയിലൂടെ പറയുന്നത്? നാം മനസ്സിലാക്കേണ്ടത് കേവലം ദുആ മാത്രമല്ല. ഈ ദുആയ്ക്കകത്ത് പറയുന്നത് 3 കാര്യങ്ങളാ. അതിൽ ഒന്നാമതായിട്ട് പറയുന്നു, അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക, പടച്ചവനെ എനിക്ക് നിന്നെ കുറിച്ചുള്ള ഓർമ്മ തരണേ അല്ലാഹ്. അല്ലാഹു എനിക്ക് നിന്നെ കുറിച്ചുള്ള ഓർമ്മ, ആ ഓർമ്മയാണ് ഇന്ന് ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. ജനങ്ങൾ ഓർക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിനെ ഓർക്കണം. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നമുക്കുണ്ടാകണം. ആ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. നമുക്ക് തെറ്റുകൾ ചെയ്യാൻ ഭയമാകുന്നു. നന്മകൾ ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു ഉത്സാഹമുണ്ടാകുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഏ മുആദേ നീ ദുആ ചെയ്യണം. ദുആ ചെയ്യുമ്പോൾ പറയേണ്ട ഒന്നാമത്തെ കാര്യം, അള്ളാഹുവെ നിന്നെ ഓർക്കുന്ന ഒരു മനസ്സ് എനിക്ക് തരണേ തമ്പുരാനെ. അള്ളാഹു എപ്പോഴും എനിക്ക് നിന്നെ ഓർക്കണം. ആ ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. ഓർക്കണം സഹോദരങ്ങളെ, എവിടെയെങ്കിലും മാറിയിരുന്നിട്ട് ആ പടച്ച റബ്ബിനെ കുറിച്ച് 1 മിനിറ്റ് ഒന്ന് ഓർക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്തോ, അള്ളാഹു തരുന്ന പ്രതിഫലം എത്ര വലുത്. നാളെ അർശിന്റെ താഴ്ഭാഗത്ത്, അള്ളാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് 7 വിഭാഗം ആൾക്കാർക്ക് അള്ളാഹു വിവിഐപികളുടെ സ്ഥാനം കൊടുക്കും. സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ദില്ലി, ഹദീസിൽ കാണാം. 7 വിഭാഗം ആൾക്കാർക്ക് നാളെ അള്ളാഹുവിന്റെ അർശിന്റെ താരെ ഒരു തണലില്ലാത്ത ദിവസം അള്ളാഹു പരിഗണന കൊടുക്കുമ്പോൾ ആ പരിഗണന കൊടുക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടവരെ അള്ളാഹുവിനെ കുറിച്ച് ഓർത്തവർ, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചവർ. ആ മനസ്സ് എല്ലാവർക്കും കിട്ടൂല. അത് ഒരാൾക്കും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സ്വഭാവമല്ല അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ. അത് പലർക്കും ഇല്ല സഹോദരങ്ങളെ. അള്ളാഹ് ഇല്ല എന്ന് പറയുന്ന ഒരു വിഭാഗം, ദൈവമില്ല എന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെ നടുവിലാണ് ജീവിക്കുന്നത്. ഇതെല്ലാം ഒരു സുപ്രഭാതത്തിൽ പൊട്ടിയുണ്ടായതാ എന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ് ജീവിക്കുന്നത്. ദൈവങ്ങളെപ്പോലും ചോദ്യം ചെയ്യപ്പെടുന്ന,
ദൈവങ്ങളെപ്പോലും പരിഹസിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾ വല്ലാതെ യുക്തിവാദവും അതുപോലെ പലതും ഇങ്ങനെ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു, അതിലേക്ക് ജനങ്ങൾ പൊക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദുആ ചെയ്യുമ്പോൾ പറയേണ്ട ഒന്നാമത്തെ കാര്യം, അല്ലാഹുവേ നിന്നെ ഓർക്കുന്ന ഒരു മനസ്സെനിക്ക് തരണേ തമ്പുരാനെ. അമ്മേ, ദേ നോക്ക്, നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ? അതൊക്കെ അച്ഛൻ നോക്കിക്കോളും. അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ? രാഹുലിന്റെ വീട്ടുകാരെന്താ വിചാരിക്കുക? മോളൂസിന് അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും. ഇത്രയും ഫാഷൻ പോരെ മോളെ? പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പൊന്നിൻ തിളക്കം. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. മോനെ, നന്നായിട്ടിരിക്കാൻ ഇവിടെയല്ല വരേണ്ടത്. മോൻ പോണ്ടത് പ്രകൃതിയിലേക്കാണ്. പ്രകൃതി ചികിത്സയല്ല, പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമതായി പറയുന്ന കാര്യം, പടച്ചവനെ നിനക്ക് നന്ദി രേഖപ്പെടുത്താൻ, നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്ന ഒരു മനസ്സ്, ശുക്ർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കതില്ലാതെ പോകുന്നു. നമ്മൾ ഒരു അൽഹംദുലില്ല പറയാൻ മടി കാണിക്കുന്നവരാ. നമ്മളൊരു അൽഹംദുലില്ല പറയാൻ പോലും, നമുക്കൊരു ദിക്റുകൾ പറയാൻ, ഒരു സുബ്ഹാനല്ലാഹ് പറയാൻ, ഒരു അൽഹംദുലില്ല പറയാൻ, ഒരു അല്ലാഹു അക്ബർ പറയാൻ നമുക്ക് സമയമില്ല. നമ്മൾ നിസ്കാരം കഴിഞ്ഞ ഓടുകയാ. വെള്ളത്തിൽ കിടക്കുന്ന ഒരു മീനിനെ പിടിച്ച് കരയിലിട്ടാൽ അത് തിരിച്ച് വെള്ളത്തിലേക്ക് ചാടാൻ എത്രത്തോളം ആഗ്രഹിക്കുന്നു. ഇതുപോലെ നിസ്കാരപ്പായി വന്നു കഴിഞ്ഞാൽ പള്ളിക്കകത്ത് കയറുന്നവൻ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തുപോയാൽ മതി. അവൻ ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ഓടി വന്ന് 4 റക്അത്ത് നിസ്കരിച്ചു, സലാം വീട്ടി, ഒറ്റ ഓട്ടമാ. അവന് ഒന്നും ദിക്റുമില്ല, ദുആയുമില്ല, ഒന്നുമില്ല. എന്നാൽ നബിതങ്ങൾ പഠിപ്പിച്ചത് എന്താ നിങ്ങൾക്കറിയുമോ? നമ്മൾ നിസ്കാരത്തിന് ശേഷം പള്ളിക്കകത്തിരുന്നിട്ട് നമ്മൾ സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം പറയും, അൽഹംദുലില്ലാ പറയും, അല്ലാഹു അക്ബർ പറയും. ഇത് പള്ളിയിൽ ഇമാമ് പറയുമ്പോൾ കൂടെ പറയും. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ എത്ര പേര് ക്ലാസ് കേൾക്കുന്നവരുണ്ട്? നിങ്ങൾ എത്ര പേര് പറയാറുണ്ട്? നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം എന്തെന്നറിയോ? ഒരിക്കൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ പാവപ്പെട്ട സ്വഹാബത്ത് വന്നിട്ട് നബിതങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മുത്ത് നബിയെ, പ്രതിഫലം മുഴുവനും സമ്പന്നന്മാര് കൊണ്ടുപോവുകയാ, പ്രതിഫലം മുഴുവനും പണക്കാർ കൊണ്ടുപോകുന്നു. എന്തേ അതിന്റെ കാരണം? അവർ വർഷാവർഷം ഹജ്ജിന് പോകുന്നു, അവർ ഉംറയ്ക്ക് പോകുന്നു, അവർ സക്കാത്ത് കൊടുക്കുന്നു, അവർ സദക്ക കൊടുക്കുന്നു, എല്ലാം അവരാ ചെയ്യണേ. ഞങ്ങൾക്ക് ഇട്ടിരിക്കണ വസ്ത്രമല്ലാതെ പുതയ്ക്കാൻ വേറൊന്നുമില്ല നബിയെ. ഒരു ദിവസത്തിൽ ഒരു നേരം പോലും വയറ് നിറച്ച ഭക്ഷണം കഴിക്കാനില്ലാത്ത പാവങ്ങളാ നബിയെ ഞങ്ങൾ ഏത് കാലത്ത് ഹജ്ജിന് പോകാനാ? അള്ളാഹുടെ കഅബ ഏത് കാലത്ത് പോയി കാണാനാ? ആ പാവപ്പെട്ട സ്വഹാബത്ത് നബിതങ്ങളുടെ മുമ്പിലിരുന്ന് സങ്കടം പറഞ്ഞപ്പോ നബിതങ്ങൾ അവരോട് ചോദിച്ച ചോദ്യം, നിങ്ങൾക്ക് ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ചോദ്യം, നിങ്ങൾക്ക് ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഇവിടെയൊക്കെ ആഗ്രഹമല്ലേ, ഉസ്താദെ ഹജ്ജിന് പോകണം, ദുആ ചെയ്യണം, മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്യണം, അത് ഫർളാണ്,
അത് ചെയ്യാതെ മരിച്ചു പോയാൽ കടം വീട്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹജ്ജ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ഈ വർഷം കുടുംബസമേതം പോയി ഹജ്ജ് ചെയ്യണമെന്ന്. നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് നബിതങ്ങളുടെ ചോദ്യമാണ്, ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ വേണോ? പാവപ്പെട്ടവരുണ്ടല്ലോ, വാടക വീട്ടിൽ കിടക്കുന്ന, പൈസ എടുക്കാനില്ലാതെ പാപങ്ങളായി കഴിയുന്നവരുണ്ടല്ലോ, നിങ്ങൾക്കും വേണ്ടേ ഹജ്ജിന്റെ പ്രതിഫലം? ആ ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുന്ന നന്മയെന്താ? നബിതങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, ഫർള് നമസ്കാരത്തിന് ശേഷം ആ നിസ്കാര പായിലിരുന്നിട്ട് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാ, 33 പ്രാവശ്യം അല്ലാഹു അക്ബർ. ഈ ദിക്ർ പറഞ്ഞാൽ ഹജ്ജിന്റെ കൂലി ലഭിക്കുമെന്ന് മഹാനായി നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. എത്ര പേരാ പറയണേ, എത്ര പേരാ ദിക്ർ പറയണേ? ഓടുക നമുക്ക് സമയമില്ല. ഇത്രയും വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു ദിക്റാണ് ആ 3 ദിക്ർ. കേവലം നമുക്കത് സുബ്ഹാനല്ലാഹിം അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബറും നമ്മൾ വലുത് നോക്കി നടക്കുന്നവരാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ആ നിസ്കാരത്തിന് ശേഷം ഈ ദിക്ർ പറയുമ്പോൾ അത് അള്ളാഹുവിനൊരു ശുക്ർ ചെയ്യലല്ലേ, അള്ളാഹുവിനോടുള്ളൊരു നന്ദിയല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരു പാപവും ചെയ്യാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെല്ലാം ദിക്റുകളും ദുആകളും ചെയ്തോ. നബിതങ്ങൾ എത്രത്തോളം ഇബാദത്തുകൾ ചെയ്തു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രത്തോളം അള്ളാഹുവിന് ശുക്ർ ചെയ്തു. കാല് നീര് കെട്ടുന്ന രീതിയിൽ നബിതങ്ങളുടെ മുമ്പഴിഞ്ഞതും വരാനിരിക്കുന്നതും സർവ്വ പാവങ്ങളും അല്ലാഹ് പുറത്തു കൊടുത്തു നബിതങ്ങളുടെ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ സ്വർഗം തുറക്കുന്നേ? സ്വർഗം തുറക്കുന്നത് നബിതങ്ങളാണല്ലോ. ആ നബിതങ്ങളാണ് കാല് നീര് കെട്ടുന്ന രീതിയിൽ രാത്രിയിൽ നിന്ന് നിസ്കരിക്കുക. കാല് നീര് കെട്ടിയിരിക്കുന്നത് കണ്ടപ്പോ അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളോട് ചോദിച്ചു, എന്തിനാ നബി ഇത്? എന്തിനാ നബി ഇങ്ങനെ ഈ കാല് നീര് കെട്ടുന്ന രീതിയിലൊക്കെ ഇബാദത്ത് ചെയ്യുന്നത്? നബിതങ്ങളുടെ മറുപടി, ആയിഷ, അള്ളാഹുവിനോട് നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ ആയിഷ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടേക്ക് പറയാനുള്ളത്, നമ്മൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്ന ഒരു മനസ്സ് കിട്ടാൻ നമ്മൾ ദുആ ചെയ്യണം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെഡിങ് ഡ്രസ്സിന്റെയോ പാർട്ടി വെയറിന്റെയോ ഫോട്ടോയോ കൺസെപ്റ്റോ നിങ്ങളുടെ കയ്യിലുണ്ട്, അത് നിങ്ങൾക്ക് കസ്റ്റം ഡിസൈൻ ചെയ്ത് കിട്ടണം. അതിന് പറ്റിയ ഒരു യുണീക് സ്ഥലമുണ്ട് നമ്മുടെ കൊല്ലത്ത്, വെഡിങ് ബൈ സിഗ്നേച്ചർ. വിമനിന് മാത്രമല്ല, മെൻസ്, കിഡ്സ്, അങ്ങനെ എല്ലാവർക്കും ഇവിടുന്ന് പാർട്ടി വേസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അഫോർഡബിൾ ലക്ഷറി, അതാണ് ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ദിസ് ഈസ് ദർ ചിത്രകാർ ലോഞ്ച്. ഇവിടെയാണ് എല്ലാം മാജിക് നടക്കുന്നത്. ദേ ഹാവ് ഇൻ-ഹൗസ് ഡിസൈനേഴ്സ്, സ്റ്റിച്ചിങ് യൂണിറ്റ് ആൻഡ് ആർട്ടിസ്റ്റ് ഫ്രം ഓൾ ഓവർ ഇന്ത്യ. Ground floor is called Seasons and is for party wears and salwars. First floor Chitrakar Lounge has fabrics from all over India. Second floor Mangal Muhurta collections is for lehengas, gowns and sarees for any occasions. Third floor Vardhaman is exclusive for men. Designers-നോട് സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന യൂണിക് ഡ്രസ്സസ് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്ത് ഫാബ്രിക് ഒക്കെ ചൂസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. Signature Groom and Bride opposite Shangas Hospital, Kollam. റമളാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാൻ എല്ലാ ദിവസവും വൈകിട്ട് 5:30 രാത്രി 11 മണിക്കും ഇടയത്താഴ് സമയം വെളുപ്പിന് 4 മണിക്കും ഉണ്ടാകും. മറക്കാതെ കാണുക. മൂന്നാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇബാദത്ത്, അല്ലാഹുവേ, ഇബാദത്ത് ചെയ്യാനുള്ള ഒരു രസം, ഒരു അനുഭൂതി എനിക്ക് തരണം. പടച്ചവന് ഒരു മനസ്സ്, അല്ലാഹ് എനിക്ക് നിസ്കരിക്കണം, എനിക്ക് നോമ്പ് പിടിക്കണം. റമളാൻ തുടങ്ങി 3 ദിവസമായി. ഖുർആൻ തൊട്ട എത്ര പേരുണ്ട്? എത്ര ജുസ് ഓതി? എന്റെ പ്രിയപ്പെട്ടവരെ, ഖത്തം, പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മാസമാ. ഖുർആൻ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യേണ്ട മാസമാ. ഖത്തം ഓതേണ്ട മാസമാ. മഹാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഉസ്താദായ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മുമ്പിൽ ഖുർആൻ ഖത്തം ഓതി തീർത്തല്ലോ നബിതങ്ങൾ. നമ്മൾ എത്ര ഓതി? നമ്മൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാനിൽ എത്ര നമുക്ക് ഖുർആൻ ഓതാൻ കഴിയും? അൽഹംദുലില്ലാഹ്, ഓരോ വഖത്ത് നിസ്കരിക്കുമ്പോഴും ആ നിസ്കാരത്തിന്റെ കൂടെ 3-4 പേജ് വെച്ച് നമ്മൾ ഓതുകയാണെങ്കിൽ 5 വഖത്ത് കൊണ്ട് ഒരു ദിവസം നമുക്ക് 1 ജുസ് ഓതി തീർക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണോ? നമ്മുടെ മുമ്പും ശേഷവുമുള്ള ഒരുപാട് സുന്നത്തുകൾ, അൽഹംദുലില്ലാഹ്, നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, ദുഹാ നിസ്കരിക്കാമല്ലോ. അൽഹംദുലില്ലാഹ്, ഓരോ വഖത്തിന്റെ ഈ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കരിക്കുന്നതിലൂടെ ഒരു ഫർദിന്റെ കൂലി അല്ലാഹു നമുക്ക് തരികയല്ലേ. ഇത്രത്തോളം ഇബാദത്തുകൾ ചെയ്യാൻ, നമ്മുടെ ദിക്റുകൾ പറയാൻ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ മനസ്സാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അതൊരു രസമാണോ? അത് വല്ലാത്ത ഒരു ആനന്ദമാ. നിസ്കാരത്തിന്റെ ഒരു ലഹരിയാണത്. അള്ളാഹുവിന്റെ മുമ്പിൽ ഇബാദത്ത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് വല്ലാത്തതാ. എത്രയോ പേര് അത് കിട്ടാതെ വരുമ്പോൾ സങ്കടപ്പെടുന്നു. പടച്ചോനിക്കത് കഴിയാതെ പോകുന്നല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിന് കൊടുത്ത വലിയ ഒരു ഉപദേശമാണ്. ഈ 3 കാര്യങ്ങൾ നമുക്കുണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. എന്താണ് 3 കാര്യങ്ങൾ? എന്താണ് ദുആ? അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുവേ, പടച്ചവനെ, നിന്നെ ഓർക്കുന്ന ഒരു മനസ്സ്, അല്ലാഹുവേ നിനക്ക് ശുക്ർ ചെയ്യുന്ന ഒരു മനസ്സ്, അല്ലാഹുവേ പടച്ചവനെ നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ഒരു മനസ്സ് റബ്ബേ എനിക്ക് തരണേ എന്ന് ദുആ ചെയ്യണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അത് ജീവിതത്തിൽ മുറുകെ പിടിക്കണം. നിങ്ങളിൽ ഒരാൾ ചെയ്താൽ അൽഹംദുലില്ലാ, ഞങ്ങളുടെ എല്ലാവരുടെയും ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. അള്ളാഹു ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിച്ച ഈ ദുആ, അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക, ഈ ദുആ നമ്മൾ ചെയ്യുന്നതിനോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഫർള് നിസ്കാരത്തിന് ശേഷമുള്ള ആ സുബ്ഹാനല്ലാഹ്, ആ അൽഹംദുലില്ലാ, ആ അല്ലാഹു അക്ബർ, ഈ 3 ദിക്റുകൾ ഇരുന്ന് പറയാൻ പറ്റുന്നവരവിടെ, സമയമില്ലാത്തവർ പോകുന്ന വഴിയിലെങ്കിലും ഇൻഷാ അല്ലാഹ് ആ ദിക്റ് പറഞ്ഞുകൊണ്ട് പോകുന്നതിലൂടെ ഹജ്ജിന്റെ പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പിടിച്ച ഈ നോമ്പ് അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ആരെല്ലാം സുഖമില്ലാതെ രോഗികളായി ഈ ലൈവ് കേൾക്കുന്നവരുടെ കുടുംബങ്ങളിൽ കഴിയുന്നവരുണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പരിപൂർണ ശിഫ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സന്തോഷവും സമാധാനവും അല്ലാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളൊക്കെ പരീക്ഷ എഴുതാനുള്ള തയ്യാറെടുപ്പില്ല. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, റഹീമായ റബ്ബേ, അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾക്കൊക്കെ നീ നല്ല ഓർമ്മശക്തിയും ബുദ്ധിയും ഉന്നത വിജയവും അല്ലാഹുവേ ഞങ്ങളുടെ കുട്ടികൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അനുസരണയുള്ള മക്കളാക്കണേ റഹ്മാനെ. അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നമ്മളുടെ ഈ അൽബയാൻ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം, ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും സംശയ നിവാരണങ്ങളോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ അഡ്രസ്സിൽ നിങ്ങൾക്ക് എഴുതി അറിയിക്കാം. കഴിവിൻ്റെ പരമാവധി ഇൻഷാ അല്ലാഹ് അത് വായിച്ച് അതിനുള്ള മറുപടി തരാൻ പരിശ്രമിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഒരുപാട് കത്തുകൾ, ഒരുപാട് ചോദ്യങ്ങളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം മറുപടി പറയാൻ നമുക്ക് സമയപരിധി ഉള്ളത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതിൽ നിന്ന് ഏറ്റവും നല്ല 3 ചോദ്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കാറുണ്ട്. അൽഹംദുലില്ലാ. ഏറ്റവും നല്ല 1ാമത്തെ ചോദ്യം അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് MK സിഗ്നേച്ചർ. അൽഹംദുലില്ലാ. കൊല്ലം ജില്ലയിൽ ഏറ്റവും അറിയപ്പെടുന്ന വലിയ ഒരു സ്ഥാപനമാണ്. ബഹുമാനായ നാസറുദ്ദീൻ സാഹിബ്, അദ്ദേഹത്തിൻ്റെ കുടുംബം, അവരാണ് സ്പോൺസർ ചെയ്യുന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും ആഫിയത്തും ദീർഘായുസും നല്ല മരണവും അല്ലാഹു അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ബിസിനസ്സിൽ അല്ലാഹു അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഭാര്യ സന്താനങ്ങൾ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകം അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. 2ാമത്തെ ചോദ്യം ഇൻഷാ അല്ലാഹ് അത് സ്പോൺസർ ചെയ്യുന്നത് അറഫ ഗോൾഡ് അട്ടക്കുളങ്ങര. അൽഹംദുലില്ലാ. ബഹുമാനായ അബ്ദുൽ ലത്തീഫ് സാഹിബാണ്. അദ്ദേഹത്തിനും കുടുംബത്തിനും അല്ലാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും അവരുടെ ബിസിനസ്സിൽ അല്ലാഹു അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യുന്നു. 3ാമത്തെ ചോദ്യം തിരഞ്ഞെടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാ. സ്പോൺസർ ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രകൃതി ഹോസ്പിറ്റൽ, ബഹുമാനായ ഷഫീഖ് ഡോക്ടറും അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ്. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഭാര്യ സന്താനങ്ങൾ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. മരിക്കുന്ന സമയം അതിൻ്റെ പ്രതിഫലം കണ്ട് മരിക്കാൻ അല്ലാഹു ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കേണ്ട വിലാസം അൽബയാൻ, ദാറുൽ ഇഷ്ക്, TC 49/416, SNRA 111, കുത്തുകല്ലുംമൂട്, മണക്കാട് PO, തിരുവനന്തപുരം 9. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അൽബയാൻ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം വർഷങ്ങളായി ഒരുപാട് പൈസ ചെലവാക്കിക്കൊണ്ട് അൽഹംദുലില്ലാ ദീനി ദഅവത്ത് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇത് സ്പോൺസർ ചെയ്യുന്നത് MK ഫാബ്രിക്സ് കൊല്ലം. അൽഹംദുലില്ലാ. 3 സഹോദരങ്ങളാണവർ. ബഹുമാനായ നാസറുദ്ദീൻ സാഹിബും ഷറഫുദ്ദീൻ സാഹിബും നിസാറുദ്ദീൻ സാഹിബ്, ഈ 3 സഹോദരങ്ങളാണ് അൽഹംദുലില്ലാ വർഷങ്ങളായി ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും ദീർഘായുസും ഖൈറും ബറക്കത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ സ്നേഹബന്ധങ്ങൾ അല്ലാഹു മരിക്കുവോളം നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അവരുടെ ബിസിനസ്സിൽ അല്ലാഹു അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഭാര്യ സന്താനങ്ങൾ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകം അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് നാളെ ഇതേ സമയം അൽഹംദുലില്ലാഹ് ഇതേ ചാനലിലൂടെ നബിതങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് പഠിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് കണ്ടുമുട്ടാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യണമെന്നുള്ള വസിയ്യത്തോടെ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പാപം തുറന്നെടുത്തു ഞാൻ തൗഹീദിൻ മന്ത്രം മറന്നു നടന്നു. എങ്കിലും റംസാൻ തീർത്ഥത്തിൽ മുങ്ങിയ എൻ പാപമെല്ലാം തീരുകില്ലേ നാഥൻ, എന്റെ പ്രാർത്ഥന കേൾക്കുകില്ലേ. MK Fabrics റംസാൻ മൊഴിമുത്തുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് My Wedding My MK Fabrics MK Road Kollam. Signature Groom and Bride opposite Shangas Hospital, Kollam. അറഫ ഗോൾഡൻ ഡയമണ്ട്സ് അട്ടക്കുളങ്ങര തിരുവനന്തപുരം. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ.